ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങിൻ്റെ വീഡിയോ, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും ആയിട്ടില്ല. നമ്മൾ മുകളിലുള്ള കടലാസ് ചെടീൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, കയറി കണ്ടോക്കണേ. അപ്പോൾ അതിൽ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം എല്ലാ ചെടികളിലും ഫുൾ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളത് മഴത്തായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ മഴത്ത് വെച്ചപ്പോൾ ഫുൾ തൊഴിഞ്ഞുപോയി, അതിലുള്ള പൂവെല്ലാം തൊഴിഞ്ഞ് ഫുൾ പോയി, ഒന്നും പോരില്ല. 2-3 ചെടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് മഴ കൊള്ളാത്ത രീതിയിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി ഇറക്കി വെച്ചു. അപ്പം ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇറക്കി വെച്ചതിൻ്റെയാണ് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ. എനിക്ക് ഈ കടലാസ് ചെടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ. പക്ഷെ ഇതിൻ്റെ വയ്യാലൊക്കെ നടുക്കൽ മുനീർക്കാണ്. അങ്ങനെ ഇതിങ്ങനെ നീളം വെച്ച് പോകുമായിരുന്നു ഈ ചെടി. അപ്പം ഇത് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ഇത് ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഇതിൽ കുഴിച്ചിടല്ലോ, വേറെ പോട്ടിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കുറേ. അപ്പം ഇതുമൊക്കെ നിറച്ചും പൂക്കളുണ്ടായിരുന്നു. കുറേ യെല്ലോ പിങ്കൊക്കെ കറക്റ്റായിട്ട് ഫുള്ള് ചെടി കാണാത്ത രീതിയിൽ അത്രയ്ക്കും പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ പെയ്തിട്ടൊക്കെ പോയി. അപ്പം ഈ കടലാസ് ചെടിക്ക് മഴ പറ്റൂല, അധികം വെയിൽ ഉള്ള സമയത്ത് ഇത് നിറച്ചുണ്ടാവുള്ളൂ. മഴ പെയ്താൽ ഈത്ത പൂക്കളെല്ലാം തൊഴിഞ്ഞു പോയിട്ട് ചെടി മാത്രമാവും. അപ്പോൾ ഇത് മഴത്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അത് ഇറക്കി വെക്കാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക തരം കടലാസ് ചെടിയാണ്. കാരണം ഇതിൻ്റെ പൂവ് കുറച്ച് വലിയ പൂവായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഉണ്ടായിരിക്കും വേറെ ഏതോ ഒരു ചെടിയാണെന്ന് അങ്ങനെ തോന്നും. പക്ഷേ ഇത് കടലാസ് ചെടി തന്നെയാണ്. ഇത് വലുതായിരുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് റെഡ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ. ഇത് നിറച്ചു ഇതിനും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ പൂവ് വികാണ്ടിട്ടുള്ളൂ. ബാക്കി കുറേ എണ്ണത്തിൻ്റെയൊക്കെ പൂവ് തൊഴിഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ വേറെ ചെറിയൊരു പോട്ടിലേക്ക് ഇങ്ങനെ കുഴിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ കടലാസിലൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ മുകളിലാണ് കേട്ടോ. വീടിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിൽ ആണ് വെച്ചിട്ടുള്ളത്. ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഏരിയ ആക്കിയിരുന്നു. പിന്നെ ഇത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട്, കാരണം മേലെ കുറച്ച് നീളത്തിലുണ്ട്, സെൻസൈഡ് ഉണ്ടല്ലോ, കുറച്ച് നീളത്തിലുണ്ട്. അപ്പോൾ അത്ര മഴ അങ്ങോട്ട് കൊള്ളില്ല. അതാണ് ആ സൈഡിലേക്ക് ഇറക്കി വെച്ചത്. പിന്നെ ഇതൊരു ഡാർക്ക് യെല്ലോ കളറാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കുഞ്ഞ് പൂവുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ലാവൻഡർ ഉണ്ടല്ലോ, അതും കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. കാരണം നെക്സ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ നീളത്തിൽ പോവുകയുള്ളൂ. പക്ഷേ ഈ റൗണ്ട് ഷേപ്പിൽ വരുമ്പോഴല്ല അതിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് പിന്നെ പൂവ് വേഗം തൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് പൂവ് അടക്കം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.